സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി ഭാഗമറ്റ എഴുതിയ നോവൽ തടങ്കൽ പാളയം തുടരുന്നു. ബുദ്ധു ദേവസിക്കുട്ടിയുടെ മോള് തന്നെ. പിള്ളയ്ക്ക് തന്നെയാ ബുദ്ധി. വിൻസെൻ്റ് അവളുടെ തോളിൽ കിടന്ന ബാഗ് പിടിച്ചെടുത്ത് തൂക്കി പിടിച്ചു. ആട്ടെ, ഇനി നമ്മൾ എന്നാ ചെയ്യുമെന്ന് പറ. നമുക്ക് വല്ല ഹോട്ടലിലെ മുറിയെടുക്കാം, എന്നിട്ട് അതിരാവിലെ ബസ്സിൽ പോകാം. ഇനി അതേ നടക്കൂ. വിന്നി എന്താ ഈ പറയുന്നത്? ഹോട്ടലിൽ മുറിയെടുക്കാനൊന്നും ഞാനില്ല. ഇതിനിടയിൽ വിൻസെൻ്റ് ഒരു ഓട്ടോറിക്ഷ കൈകാട്ടി വിളിച്ചു. ഓട്ടോറിക്ഷ അവൾക്ക് അരികെ വന്നു. കേറ്, വിന്നി ആജ്ഞാപിച്ചു. വിജി അവനെ ഒന്ന് നോക്കി, എന്നിട്ട് ഓട്ടോയിൽ കയറി. വിൻസെൻറ്റും കയറി. വിൻസെൻ്റ് ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. മുറിയെടുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണോ? വിജി പതുക്കെ ചോദിച്ചു. പിന്നെ അല്ലാതെ രാത്രിയിൽ കടത്തിണ്ണൽ കിടന്നുറങ്ങണോ? ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്നു. ഹോട്ടലിൻ്റെ മുമ്പിൽ അത് നിന്നു. വിന്നി ആദ്യം ഇറങ്ങി. ചാർജ് കൊടുക്കുമ്പോൾ വിജി പറഞ്ഞു, ഏതെങ്കിലും കള്ളപ്പേര് പറഞ്ഞാൽ മതി. പരിചയക്കാരാരെങ്കിലും പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കണ്ട. വിൻസെൻ്റ് ഹോട്ടൽ രജിസ്റ്ററിൽ വ്യാജ പേരാണ് എഴുതി ചേർത്തത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആൻ്റണി മൈക്കിൾ. അഡ്രസ്സും തെറ്റിച്ചെഴുതി. റിസപ്ഷനിസ്റ്റിൻ്റെ കണ്ണുകളിൽ സംശയം തിളങ്ങി. എവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരുന്നടാ ഈ പച്ചക്കരിമ്പിനെ എന്ന മട്ടിലൊരു നോട്ടം. ഞങ്ങളിതെത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിലൊരു നിന്ദാഹാസവും. സ്റ്റെയർ കേസ് കയറുമ്പോൾ വിജി പിറുപിറുത്തു. അവൻ്റെ ഒരു കള്ളനോട്ടവും ഭാവവും. അവന് മനസ്സിലായി നമ്മൾ വ്യാജന്മാരാണെന്ന്. അവർ റൂമിലെത്തി. ആദ്യം വിജി കടന്നു. ഡബിൾ കോട്ട് കട്ടിലും മേശയും കസേരയും ചുവര അലമാരിയും ഉള്ള മുറി. വിന്നി വാതിലടിച്ച് ബോൾട്ട് ഇടുന്നത് നോക്കി വിജി നിന്നു. അവൻ അഭിമുഖമായി തിരിഞ്ഞപ്പോൾ വിജി അവൻ്റെ കണ്ണുകളിലേക്ക് തുളഞ്ഞു കയറുന്ന ഒരു നോട്ടം നോക്കി. ട്രാപ്പാണോ ഇത്? ട്രാപ്പോ? എന്ത് ട്രാപ്പ്? വിന്നിയുടെ മുഖം ചുവന്നു. അല്ല, ലേറ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വരവ്, ട്രെയിനിൽ കയറാൻ നടത്തിയ സാഹസങ്ങൾ, ട്രെയിൻ മിസ്സാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ ഹോട്ടൽ മുറി, എല്ലാം നേരത്തെ വരച്ചു വെച്ച പ്ലാൻ പോലെ. ഓടിപ്പുല്ലേ. അവൾ ഞെട്ടിപ്പോകാത്ത വിധം വിൻസെൻ്റ് ഒരാട്ടാട്ടി. ഇപ്പം പറഞ്ഞത് നിൻ്റെ അപ്പൻ ദേവസിക്കുട്ടിയുടെ സ്വഭാവം. എനിക്ക് നിൻ്റെ കൂടെ കിടക്കണമെങ്കിൽ ഞാനത് നിൻ്റെ മുഖത്ത് നോക്കി നേരെ ചൊവ്വി അങ്ങ് പറയും. വിജി വല്ലാതായി. അങ്ങനെ ചോദിക്കേണ്ടായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. നാവിൽ അങ്ങനെയാണ് വിളഞ്ഞത്. കലഹിച്ച മട്ടിലായിരുന്നു പിന്നീട് വിന്നിയുടെ പെരുമാറ്റം. അവൻ ബാത്റൂമിൽ കയറി കുളിച്ചു. പിന്നെ മുറിക്ക് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ റൂം ബോയ് വന്ന് അവളോട് ഭക്ഷണം വല്ലതും കൊണ്ടുവരണോ എന്ന് ചോദിച്ചു. ഒന്നും വേണ്ടെന്ന് അവൾ മറുപടിയും പറഞ്ഞു. വിൻസെൻ്റ് തിരിച്ചു വരാൻ വേണ്ടി അവൾ കാത്തിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് വിൻസെൻ്റ് മുറിയിലെത്തി. വന്നയുടനെ വാതിലടച്ച് കിടന്നു. വിജിയെ ഒന്ന് നോക്കിയതുകൂടിയില്ല. വിജിക്ക് സങ്കടമായി. വിന്നി, അവൾ വിളിച്ചു. ഇതെന്താ ഇങ്ങനെ? അവൻ അവളെ തീ പാറും വിധം ഒന്ന് നോക്കി. എന്നോട് സംസാരിക്കരുത്. രാവിലെ ബസ് കയറ്റി വിടേണ്ടത് എൻ്റെ മര്യാദ. അവൻ പുറം തിരിഞ്ഞു കിടന്നു. വിജിയും കിടന്നു. അവൾ കുറേ സമയം അവൻ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. വാശിക്കാരൻ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. കിടക്കയുടെ അങ്ങേയറ്റത്തെ വിളിമ്പിലാണവൻ. അവൾ സാവധാനം നിരങ്ങി അവൻ്റെ അരികെ ചെന്നു. വലതുകരം എടുത്ത് അവൻ്റെ മേൽ വെച്ചു. ആ കൈ അവൻ തട്ടിയെറിഞ്ഞു. തുടരുതന്നെ. അവൾ പെട്ടെന്ന് ഉറുമ്പടക്കം അവനെ കെട്ടിപ്പിടിച്ചു. നിന്നോടല്ലേ പറഞ്ഞത്? അവൻ കുതറി. എന്താ വിന്നി ഇത്? എന്നോട് എന്തിനാ ഈ വഴക്ക്? നീ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഞാനത് തിരിച്ചെടുത്തിരിക്കുന്നു. വേണ്ട, മാപ്പ് വേണ്ട. വിന്നി, ഐ ആം സോറി. അവളുടെ സ്വരം ഇടറിയിരുന്നു. ഇത്തവണ അവൻ പ്രതികരിച്ചില്ല. റിയലി സോറി. അവൻ്റെ ഇരുകവിളത്തും കൈത്തല അമർത്തി പിടിച്ചുകൊണ്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾക്കിടയിൽ നിന്നാണ് ഊരി പോകുന്നതെന്ന് നിനക്കറിയാമോ? അവൻ ചോദിച്ചു. അവൾ അവൻ്റെ നെറ്റിയിലൊരു ചുംബനം നൽകി. പോരാനിറങ്ങിയപ്പം ഔസേപ്പൻ എന്നെ കാണണം. അത് കഴിഞ്ഞ് സെബാനുമായിട്ട് ഒത്തുതീർപ്പ് സംഭാഷണം. അത് തീർത്തിട്ട് പോരാനൊരുങ്ങിയപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാകുന്നില്ല. വിജി അവൻ്റെ 2 കണ്ണിലും ഓരോ ഉമ്മകൾ നൽകി. അവസാനം സെബാൻ്റെ കാറിൽ കയറിയ പോകുന്നത്. അപ്പോഴേക്കും സമയം ഒരുപാടായി. ചുണ്ടത്ത് മൃദുവായി ഒരു ഉമ്മ. പാമ്പാടിക്കടുത്ത് വന്നപ്പോൾ അവൻ്റെ കാർ ബ്രേക്ക് ഡൗൺ. പെട്രോൾ തീർന്നതാണെന്ന് കരുതി ഞാൻ കന്നാസും എടുത്ത് അടുത്ത പമ്പിലേക്ക് ഓടി. പെട്രോൾ വാങ്ങി തിരിച്ചു ചെന്നപ്പോൾ കാറിന് ഒരു കുഴപ്പവുമില്ല. എനിക്ക് വന്ന ദേഷ്യവും സങ്കടവും. കവിളത്തും താടിത്തുമ്പിലും ഓരോ സ്നേഹ ചുംബനങ്ങൾ. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്ന വഴിക്ക് ഞാൻ അനുഭവിച്ച ടെൻഷൻ. ട്രെയിൻ പോയെന്ന് തന്നെ കരുതി. നിന്നെ പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അവൾ അവൻ്റെ കഴുത്തിൽ ഉമ്മ വെച്ചു. ട്രെയിനിൽ കയറാൻ നോക്കിയിട്ട് പറ്റിയോ? അതുമില്ല. അന്നേരം നിൻ്റെ ഒരുമാതിരി കോപ്പിലെ വർത്തമാനം. അവൾ അവൻ്റെ ഹൃദയത്തിന് മീതെ ചുണ്ടുകൾ അമർത്തി. ഞാൻ എന്തിനാ ഈ ഓട്ടോ എല്ലാം ഓടിയത്? തൃശ്ശൂർ വരെ നിൻ്റെ അടുത്ത് 2-3 മണിക്കൂർ ഇരിക്കാൻ. വിജി അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി. ഞാൻ സോറി പറഞ്ഞില്ലേ വിന്നി? പിന്നെ ഒരു തേങ്ങലോടെ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം പൂഴ്ത്തി. വിൻസെൻ്റ് അല്പനേരം അനങ്ങാതെ കിടന്നു. പിന്നെ അവളുടെ മുഖം കൈത്തലങ്ങളിലെടുത്തു. തൻ്റെ മുഖത്തിന് അഭിമുഖമായി കൊണ്ടുവന്നു. ആ പോട്ടെ, സാരമില്ല.
അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് മുഖമണച്ചു. അവൻ്റെ കരുത്തുറ്റ കാലുകൾ അവളുടെ കാലുകളെയും അവൻ്റെ കരങ്ങൾ അവളുടെ ഉടലിനെയും ചുണ്ടുകൾ അവളുടെ മുഖത്തെയും ബന്ധിച്ചു. തീവണ്ടിയുടെ ചൂളം വിളി കേട്ട് വിൻസെൻറ്റിന് ഉറക്കം ഞെട്ടി. കണ്ണു തുറന്നുവെങ്കിലും സ്ഥലമോ സമയമോ അവന് മനസ്സിലായില്ല. വീടാണെന്ന് ആദ്യം കരുതി. വീടുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ദുസ്വപ്നത്തിലായിരുന്നു അവൻ. ഇരുമ്പുപാളത്തിലൂടെ ട്രെയിൻ പാഞ്ഞു പോകുന്ന ഒച്ച ഭൂമികുലുക്കം പോലെ കേൾക്കാമായിരുന്നു. ഒടുവിൽ ചക്രവാളത്തിൽ എവിടെയോ അതലിഞ്ഞു തീർന്നു. വിൻസെൻറ്റിന് സ്ഥലകാല ബോധം കിട്ടി. മുറിയിൽ ലൈറ്റുണ്ട്. വിജി തൻ്റെ മേൽ ഒരു കാൽ കയറ്റി വെച്ച് കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ മുഖം ചേർത്ത് ഉറങ്ങുകയാണ്. വിൻസെൻ്റ് കൈത്തണ്ട ഉയർത്തി മടക്കി വാച്ചിലെ സമയം നോക്കി. 4 മണി. അവൻ വിജിയെ മെല്ലെ കുലുക്കി ഉണർത്താൻ ശ്രമിച്ചു. അവൾ ഞെരങ്ങിക്കൊണ്ട് അവനോട് കുറെ കൂടി പറ്റിച്ചേർന്ന് കിടന്നതേയുള്ളൂ. അവനും എഴുന്നേൽക്കാൻ മടിയായിരുന്നു. കഷ്ടിച്ച് 2-3 മണിക്കൂറേ ഉറങ്ങി കാണുകയുള്ളൂ. കണ്ണു പുളിക്കുന്നു. ഉറക്കച്ചടവ് കാരണം കണ്ണടച്ച് കിടക്കാനാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ കിടന്നാൽ ശരിയാവില്ല. അവൻ വീണ്ടും വിജിയെ തട്ടി ഉണർത്തി. അവൾ കുറിഞ്ഞു പൂച്ചയെ പോലെ കുറുകി കിടന്നു. വിൻസെൻ്റ് കൈ വലിച്ച് അവളുടെ തോളിൽ ഒരടി അടിച്ചു. അവൾ ഞെട്ടി കണ്ണുമിഴിച്ചു. ചുമ്മാ കൊഞ്ചാതെ ഒന്ന് എഴുന്നേൽക്ക് പെണ്ണേ, പോകണ്ടേ? ഞാൻ ഇനി എങ്ങോട്ടും പോണില്ല. എനിക്കിങ്ങനെ കിടന്നാൽ മതി. എത്ര നേരം? ഇനി മരിക്കുന്നതുവരെ. തൃശ്ശൂർക്ക് പോകണ്ടേ? വേണ്ട. പഠിപ്പ് വേണ്ട. വീട്ടുകാരെ നാട്ടുകാരെയും വിളിച്ചു കൂട്ടി ഒരു കല്യാണ ചടങ്ങ് അതും വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജ്. ഓ, അതല്ലേ ഇന്നലെ കഴിഞ്ഞത്, ഗാന്ധർവ വിവാഹം. ഞാനിനി വിന്നിയുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങോട്ടും പോണില്ല. എന്നെ പറഞ്ഞു വിടല്ലേ. വിൻസെൻ്റ് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ഇങ്ങോട്ട് എഴുന്നേറ്റേ പെണ്ണേ. ആഹാ, കളിക്കുന്നോ? വേഗം കുളിച്ചൊരുങ്ങി പോകാൻ നോക്കിയേ. അവൾക്ക് ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് നാണം മറിക്കാൻ കഷ്ടിച്ച് സമയം കിട്ടി. വിൻസെൻ്റ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ ചൂളി നിന്നു. വിൻസെൻ്റ് അരികെ ചെന്ന് അവളെ ആലിംഗനം ചെയ്തു. അവൾ വാരി പുതിച്ച ബെഡ്ഷീറ്റ് കൊണ്ട് അയാളെയും പൊതിഞ്ഞു. അങ്ങനെ തന്നെ രണ്ടുപേരും കുളിമുറിയിലെത്തി. വിൻസെൻ്റ് ഷവർ ഓൺ ചെയ്തു. പെയ്തിറങ്ങുന്ന കുളിരിനുള്ളിൽ അവർ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു നിന്നു. 5 മണിക്ക് വിൻസെൻ്റ് വിജിയെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഒരു തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ട് വിട്ടു. വിൻസെൻ്റ് മുളങ്കരയിൽ തിരിച്ചെത്തിയപ്പോൾ 8:30 മണിയായി. ടൗണിനിപ്പുറത്ത് ബസ്സിൽ ഇടവഴിയിലൂടെ നടന്നു. ടൗണിൽ ചെന്നാൽ രാവിലെ ആയതുകൊണ്ട് ഓട്ടോറിക്ഷ കിട്ടാൻ പ്രയാസമാണ്. ഓട്ടോകളെല്ലാം രാവിലെ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന തിരക്കിലായിരിക്കും. ഇടവഴിയിലൂടെ 2 ഫർലോങ് നടന്നാൽ വീടായി. വിൻസെൻ്റ് വീട്ടിലെത്തിയ ഉടനെ സൂസമ്മ പറഞ്ഞു, നിന്നെ ഔസേപ്പച്ചൻ 2 തവണ വിളിച്ചു രാവിലെ. ആ, എന്താ വിശേഷം? സെബാനെ കാണാനില്ലെന്ന്. സബാൻ്റെ വീട്ടുകാർ ഔസേപ്പച്ചൻ്റെ അടുത്ത് അന്വേഷിച്ച് ചെന്നെന്ന്. കള്ളക്കഴിവേറി മുങ്ങിക്കാണും. എനിക്ക് കാശ് തിരിച്ചു തരാമെന്നേറ്റ ദിവസമാണ് ഇന്ന്. നീ വന്നാലുടനെ ഔസേപ്പച്ചനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ പണിയില്ലാത്ത പോലെ. എനിക്കൊന്ന് ഉറങ്ങണം. ഇന്നലെ രാത്രിയിൽ എന്താ, നീ ഒട്ടും ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ ചുവന്നിരിക്കുന്നല്ലോ. ആ, കുറച്ചേ ഉറങ്ങിയുള്ളൂ. സ്റ്റാൻലാവോസിന് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ആ, ഔസേപ്പച്ചൻ വിളിച്ചാൽ ഞാൻ ഉറങ്ങുവാണെന്ന് പറഞ്ഞേക്ക്. മരിയയുടെ മുന്നിലിരിക്കുന്ന ബൈക്ക് എടുത്തുകൊണ്ട് പോയി ഒന്ന് നന്നാക്കി വെക്കാനും പറയണം. വിൻസെൻ്റ് മുറിയിലേക്ക് കയറിപ്പോയി. ചെന്നപാടെ കട്ടിലേക്ക് വീണു. ഉറങ്ങാൻ നിമിഷങ്ങളേ വേണ്ടി വന്നുള്ളൂ. സൂസമ്മ തട്ടി വിളിച്ചിട്ടാണ് അവൻ ഉണർന്നത്. വിന്നി, മോനെ വിന്നി. അവൻ കണ്ണു തുറന്നു. അമ്മയുടെ പരിഭ്രാന്തമായ മുഖം. ദേടാ, ഔസേപ്പച്ചൻ വിളിക്കുന്നു. പറഞ്ഞില്ലേ ഞാൻ ഉറങ്ങുവാണെന്ന്? ഇത് എന്ത് നാശം! എടാ മോനെ, സെബാ മരിച്ചു പോയെന്ന്. വിൻസെൻ്റ് ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു. നീ ചെന്ന് ഫോൺ എടുക്ക്, ഔസേപ്പച്ചനുണ്ട്. ഉറക്കച്ചടവ് കൊണ്ട് വേച്ചു പോയെങ്കിലും വിൻസെൻ്റ് വേഗം എഴുന്നേറ്റ് ഫോണിനടുത്തേക്ക് പോയി. ഹലോ. അവൻ റിസീവർ കാതോട് ചേർത്തു. ഹലോ, ഞാനാടാ ഔസേപ്പച്ചൻ. നമ്മുടെ സെബാ മരിച്ചുപോയി. ഔസേപ്പച്ചൻ്റെ തൊണ്ട ഇടറിയിരുന്നു. നീ എന്നാ വർത്തമാനമാ ഔസേപ്പച്ചായി പറയുന്നേ? വിൻസെൻറ്റിൻ്റെ രോമകൂപങ്ങൾ വിറച്ചു. ആരോ കൊന്നതാ വിന്നി. അവൻ്റെ ബെൻസ് കാർ തുരുത്തേൽ പാലത്തിന് കീഴെ മറിഞ്ഞു കിടക്കുന്നു. അതിനകത്ത് അവൻ കത്തിക്കരിഞ്ഞു കിടപ്പുണ്ട്. ഔസേപ്പച്ചൻ്റെ തൊണ്ട അടഞ്ഞുപോയി. വിൻസെൻ്റ് വിയർത്തു കുളിച്ചു. രക്തമാണ് വിയർക്കുന്നതെന്ന് തോന്നി. സുഹൃത്തിൻ്റെ ജീവൻ. പെങ്ങളുടെ കല്യാണത്തിന് വെച്ചിരുന്ന 8 ലക്ഷം രൂപ. നീ എന്താടാ വിന്നി ഒന്നും മിണ്ടാത്തത്? വിൻസെൻറ്റിനെ മിണ്ടാൻ കഴിഞ്ഞില്ല. വിന്നി, ഞാനുണ്ടിവിടെ. നീ എങ്ങോട്ടെങ്കിലും മാറിക്കോ, അതാ നല്ലത്. വിൻസെൻ്റ് ഇത്തവണ ശരിക്കും ഞെട്ടി. ഞാൻ എന്തിനാ ഔസേപ്പച്ചാ മാറുന്നേ? സെബാനെ നീയാണ് കൊന്നതെന്നാണ് ജനസംസാരം. പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം പിടികൊടുക്കാതിരിക്കുന്നതാ ബുദ്ധി. സെബാനെ ഞാൻ കൊന്നെന്നോ? നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ സത്യം തെളിഞ്ഞു വരുന്നതുവരെ ലോക്കപ്പിൽ കിടക്കണ്ടേ? ചിലപ്പോൾ അവന്മാരുടെ തല്ലും കൊള്ളേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കോ. വിൻസെൻറ്റിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. തലച്ചോറിലൊരു ട്രെയിനിൻ്റെ ചൂളം വിളി. സബാൻ്റെ മറിഞ്ഞ കാറ്, കത്തിക്കരിഞ്ഞ ശരീരം. വീട്ടുമുറ്റത്ത് വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. വിൻസെൻ്റ്
ഫോൺ വെച്ചു. ജൂലി ഓടി വന്ന് ഭീതിയോടെ പറഞ്ഞു, വിന്നിച്ചായ, പോലീസ്. വിൻസെൻ്റ് എഴുന്നേൽക്കുമ്പോഴേക്കും സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം ഒരു പോലീസ് സംഘം വീട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറി വന്നു. ഒരു പോലീസ് ബൂട്ടുകളുടെ ശബ്ദം ഇടതടവില്ലാതെ കേട്ടു. നീയാണോടാ വിൻസെൻ്റ് ഡാനിയേൽ? സർക്കിൾ ഇൻസ്പെക്ടർ ദഹിപ്പിക്കും വിധം അവനെ നോക്കി. അതെ, യു ആർ അണ്ടർ അറസ്റ്റ്. CI തിരിഞ്ഞു നോക്കാതെ പിന്നോക്കം കൈ നീട്ടി. ഒരു കോൺസ്റ്റബിൾ ആ കൈയിലേക്ക് വിലങ്ങ് വെച്ചു കൊടുത്തു. കൈ നീട്ടടാ. സാർ, ഞാൻ ചെയ്ത കുറ്റം. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ മുഖത്തടി വീണു. കൈ നീട്ടടാ പട്ടിക്കഴുവറുടെ മോനെ. വിൻസെൻ്റിൻ്റെ കണ്ണുകൾ ഇരുണ്ടുപോയി. 2 കോൺസ്റ്റബിൾമാർ ചേർന്ന് ബലമായി അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു കൊടുത്തു. CI അവൻ്റെ കൈകളിൽ വിലങ്ങിട്ട് പൂട്ടി. വിൻസെൻറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ട് സൂസമ്മ മോഹാലസ്യപ്പെട്ട് വീണു. ആനിക്കും ജൂലിക്കും സ്തംഭിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പോലീസ് വിൻസെൻറ്റിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. ആനി സൂസമ്മയെ താങ്ങി പിടിഞ്ഞെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ജൂലി തണുത്ത വെള്ളം കൊണ്ടുവന്ന് സൂസമ്മയുടെ മുഖത്ത് കുടഞ്ഞു. സൂസമ്മ ഉറക്കം ഞെട്ടിയതുപോലെ പിടഞ്ഞ് കണ്ണു തുറന്നു. ജൂലി കരയുന്നുണ്ടായിരുന്നു. സൂസമ്മ ആനിയെയും ജൂലിയെയും പകച്ചു നോക്കി. ഇപ്പോഴാണ് അവർക്ക് ഓർമ്മ തെളിഞ്ഞത്. താങ്ങിപ്പിടിച്ചിരുന്ന ആനിയുടെ കൈ തട്ടി മാറ്റി സൂസമ്മ പിടഞ്ഞെഴുന്നേറ്റു. അവൻ എന്തിയെ മോളെ? ജൂലിയോടായിരുന്നു ചോദ്യം. പോലീസുകാർ കൊണ്ടുപോയമ്മേ, ജൂലി വിതുമ്പി. സൂസമ്മ സിറ്റ് ഔട്ടിലേക്ക് വേഗം ചെന്നു. ജീപ്പ് പോയ വഴിക്കുള്ള പൊടി പോലും അടങ്ങിക്കഴിഞ്ഞിരുന്നു. ആനി, മോളെ ഔസേപ്പച്ചനെ വിളിക്ക്, സൂസമ്മ നിലവിളിക്കും പോലെ പറഞ്ഞു. ആനി പെട്ടെന്ന് ഔസേപ്പച്ചൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് റിങ് ചെയ്യുന്നത് കേട്ടിട്ട് അവൾ റിസീവർ അമ്മയുടെ കയ്യിൽ കൊടുത്തു. സൂസമ്മയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഔസേപ്പച്ചൻ ഫോൺ എടുത്തു. ഹലോ ഹലോ ഔസേപ്പച്ച, ഇത് ഞാനാ. അപ്പോഴേക്കും സൂസമ്മയ്ക്ക് കരച്ചിൽ പൊട്ടി. എല്ലാം പോയല്ലോ മോനെ, വിന്നിയെ പോലീസ് കൊണ്ടുപോയല്ലോ. പോലീസ് കൊണ്ടുപോയെന്നോ? അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങളിനി എന്നാ ചെയ്യും ഔസേപ്പച്ച? എൻ്റെ മേലാകെ വിറയ്ക്കുന്നു. അത് സത്യമായിരുന്നു. സൂസമ്മ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. അവനോട് ഞാനല്ലേ അമ്മച്ചി പോലീസ് വരുന്നതിന് മുമ്പ് മാറിക്കോളാൻ പറഞ്ഞത്. എന്നിട്ട് അവനത് കേട്ടില്ലേ? എൻ്റെ ഔസേപ്പച്ച, ആ നേരത്തെ അവനാ ബുദ്ധി ഒന്നും തോന്നിയില്ല. എൻ്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? സൂസമ്മച്ചി, അവിടെ വിഷമിക്കാണ്ടിരി. ഞാനില്ല ഇവിടെ. വിന്നിച്ചന് ഒരു കുഴപ്പവും വരത്തില്ല. അവനെ പോലീസുകാർ ഒന്നും ചെയ്യില്ലെന്നേ, ഞാനല്ലേ ഉള്ളത്. വിന്നിച്ചനെ ഓർത്ത് ഒരു വേവലാതിയും വേണ്ട. കൊണ്ടുപോയ പോലീസുകാർ തന്നെ അവന് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടും. ഔസേപ്പച്ചനാ പറയുന്നേ. സൂസമ്മയ്ക്ക് അല്പം ആശ്വാസം തോന്നി. ഔസേപ്പച്ചൻ അങ്ങനെ വീൺവാക്ക് പറയുന്നവനല്ല. ഔസേപ്പച്ചന് രാഷ്ട്രീയത്തിലും അധികാര സ്ഥാനങ്ങളിലും ചില പിടിപാടുകളൊക്കെ ഉണ്ട്. വിന്നിയെപ്പോലെ ഒറ്റയാനല്ല ഔസേപ്പച്ചൻ. ബന്ധങ്ങളുണ്ടാക്കാനും നിലനിർത്താനും അറിയാം. പോരെങ്കിൽ വിന്നിയുടെ അടുത്ത കൂട്ടുകാരനുമാണ്. വാസ്തവത്തിൽ എന്താ ഔസേപ്പച്ച സംഭവിച്ചത്? സൂസമ്മ ചോദിച്ചു. എനിക്കറിയാൻ മേലമ്മച്ചി. സെബാനെ ആരാണ്ട് കാറിനകത്തിട്ട് ചുട്ടുകൊന്നു. അത് വിന്നിച്ചൻ ചെയ്തതാണെന്നാ പറച്ചില്. വിന്നിച്ചൻ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല ഔസേപ്പച്ച. എൻ്റെ മോനെ എനിക്കറിയത്തില്ലേ. ദേഷ്യക്കാരനും എടുത്തിയാട്ടക്കാരനൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ഒരാളെ കൊല്ലുന്ന കാര്യം അവൻ ചിന്തിക്കാൻ പോലുമില്ല. പിന്നെ എനിക്കറിയരുതോ? എന്ന് മാത്രമല്ല, സെബാനെ കൊന്നിട്ട് അവൻ എന്നാ കിട്ടാനാ? കിട്ടാനുള്ള 8 ലക്ഷം പോകുമെന്നല്ലാതെ. ആരെങ്കിലും സെബാനെ കൊല്ലാൻ പോയാൽ അവൻ തടയാനേ നോക്കത്തുള്ളൂ. അതും ശരിയാ, ഔസേപ്പച്ചൻ അനുകൂലിച്ചു. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സൂസമ്മച്ചി അവിടെ സമാധാനമായിട്ടിരി. ഔസേപ്പച്ചൻ ഫോൺ വെച്ചു. ഈ സമയം വിൻസെൻറ്റിനെ കയറ്റിക്കൊണ്ടുപോയ പോലീസ് ജീപ്പ് തുരുത്തേൽ പാലത്തിന് സമീപം എത്തിയിരുന്നു. അവിടെയും ഒരു സംഘം പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. പാലത്തിൻ്റെ മുകളിലും പുഴയുടെ ഇരുകരങ്ങളിലും തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച് നിർത്താൻ പാടുപെടുകയാണ് പോലീസ്. തുരുത്തേൽ പാലത്തിന് കീഴെ മൂക്കുകുത്തി ഒരു വശം ചെരിഞ്ഞു കിടക്കുകയായിരുന്നു സെബാൻ്റെ മഞ്ഞ ബെൻസ് കാർ. വേനൽക്കാലം ആരംഭിച്ചതോടെ പുഴ ശോഷിച്ചു പോയിരുന്നു. പുഴയ്ക്ക് നടുവിൽ അങ്ങിങ്ങ് പൊന്തി നിൽക്കുന്ന പാറക്കെട്ടുകൾക്കും പുൽപ്പൊന്തകൾക്കും ചെടിത്തിട്ടുകൾക്കും ഇടയിൽ ചെറിയ നീർച്ചാലുകൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ. തുരുത്തേൽ പാലത്തിൻ്റെ പ്രത്യേകത അതിന് കൈവരികളില്ല എന്നുള്ളതാണ്. എന്നുമാത്രമല്ല, ഒരേ സമയം ഒരു 4 ചക്ര വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്നത്ര വീതിയെ പാലത്തിനുള്ളൂ. ഉയരവും കുറവാണ്. തുരുത്തേൽ പാലത്തിൽ നിന്ന് ആരോ തള്ളിയിട്ടതുപോലെയാണ് കാറിൻ്റെ കിടപ്പ്. വെള്ളമില്ലാത്ത ഭാഗത്താണ് കാർ കിടക്കുന്നത്. ചെളിത്തിട്ടയിലേക്ക് ചെരിഞ്ഞു കിടന്ന കാറിൻ്റെ ഡോർ അല്പം തുറന്ന നിലയിലാണ്. കാർ മിക്കവാറും കത്തി നശിച്ച നിലയിലായിരുന്നു. കത്തിയുരുകിക്കിടന്ന മുൻസീറ്റിൽ ഒരു മനുഷ്യ ശരീരം കരിഞ്ഞു കിടന്നു. കാറിൻ്റെ മുൻഭാഗമാണ് കൂടുതലും കത്തി നശിച്ചിരിക്കുന്നത്. പിൻഭാഗത്തെ ചില്ലുകൾ വെടിഞ്ഞു കീറി പുകഞ്ഞു കാണപ്പെട്ടു. സർക്കിൾ ഇൻസ്പെക്ടർ വിജയരാഘവൻ വിൻസെൻറ്റിനെ ജീപ്പിൽ നിന്ന് ഇറക്കിയപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാരവമുണ്ടായി. പോലീസ് വിൻസെൻറ്റിനെ കാറിനടുത്തേക്ക് നടത്തിക്കൊണ്ടുപോയി.
സബ് ഇൻസ്പെക്ടർ ശശിശങ്കർ CIയെ സമീപിച്ച അടക്കത്തിൽ പറഞ്ഞു. ചില തെളിവുകൾ കൂടി കിട്ടിയിട്ടുണ്ട് സർ. എന്തൊക്കെയാണ്? കത്തിക്കാനുള്ള പെട്രോൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ക്യാൻ, ഒരു ഹാൻഡ് കർച്ചീഫ്, ഒരു സിഗരറ്റ് ലൈറ്റർ. സിയയുടെ കണ്ണുകൾ തിളങ്ങി. പിന്നെ ഒരു ഫോറിൻ മടക്കു പിച്ചാത്തിയും. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ക്യാൻ പുഴയിൽ നിന്ന് തന്നെ കിട്ടി. മറ്റേത് 3 കാറിൻ്റെ ബാക്ക് സീറ്റിനടിയിൽ നിന്ന്. വെല്ലടയാളം മായാതെ എല്ലാം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സർ. അവനെ കാറിനടുത്തോട്ട് നീക്കി നിർത്തും CI വിജയരാഘവൻ ആജ്ഞാപിച്ചു. SI ശശിശങ്കർ വിൻസെന്റിനെ പിടിലേക്ക് പിടിച്ച് തള്ളി കാറിനരിയെ കൊണ്ടുചെന്നു. കഴിവറുടെ മോനെ, കാണടാ, നല്ലപോലെ കാണ്. വിൻസെൻ്റ് കാറിനകത്തേക്ക് നോക്കി. കത്തിക്കരിഞ്ഞ ജഡം, പുകഞ്ഞുപോയ കാറ്. വിൻസെന്റിന് ഒരു മരവിപ്പ് മാത്രമേ തോന്നിയുള്ളൂ. താൻ ഇതുവരെ ഉറക്കം തെളിഞ്ഞിട്ടില്ല. ഒരു ദുസ്വപ്നം കാണുകയാണ്. അവനെ ആ പാറപ്പുറത്തോട്ട് കയറ്റി നിർത്തണേ, ഞങ്ങളെല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. SI ശശിശങ്കർ വിൻസെന്റിനെ തള്ളി പാറപ്പുറത്തേക്ക് കയറ്റി. അപ്പോഴേക്കും നാനാഭാഗത്തു നിന്ന് കൂക്കൂളി ഉയർന്നു. ആർക്ക് തിന്നാനാടാ ചുട്ടുവെച്ചിട്ട് പോയത്? കൊണ്ടുപോയതിൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും കൊടുക്കാമായിരുന്നില്ലേടാ പട്ടി? ആരോ അട്ടഹസിച്ചു. അവനെക്കൊണ്ട് തീറ്റിക്കണം. പോലീസുകാരെ, നിങ്ങൾ അവനെക്കൊണ്ടാ ശവം തീറ്റിക്ക്. 4-5 പേർ പാലത്തിന് മീതെ നിന്നും മണലുള്ള ഭാഗത്തേക്ക് എടുത്തു ചാടി. കോൺസ്റ്റബിൾമാർ ലാത്തി വീശി അവരെ ഓടിച്ചു പുഴയ്ക്ക് അക്കരെ കയറ്റിവിട്ടു. SIയുടെ നിർദ്ദേശമനുസരിച്ച് SI വിൻസെന്റിനെ അയാളുടെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ജീപ്പിൻ്റെ ബോണറ്റിൽ ചാരി നിൽക്കുകയായിരുന്നു CI വിജയരാഘവൻ. നേരെ നോക്കടാ. CI ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ താടിത്തുമ്പ് പൊക്കി. ഇന്നലെ രാത്രി എപ്പോഴാണ്ടാ നീ കൂട്ടുകാരന് ചിതയൊരുക്കിയത്? ശൂന്യമായ നോട്ടം മാത്രമായിരുന്നു വിൻസെൻ്റിൻ്റെ മറുപടി. പറഞ്ഞു. എല്ലാം മണിയായിട്ട് പറഞ്ഞോ മോനെ. നീ എപ്പോഴാണ് അവനെ കൊന്നത്? കൊന്നിട്ടാണോ കത്തിച്ചത്? അതേ കത്തിച്ച് കൊല്ലുകയായിരുന്നോ? നീ ഒറ്റയ്ക്കായിരുന്നോ അതോ കൂട്ടിന് വല്ലവരും ഉണ്ടായിരുന്നോ? വിൻസെന്റിന് ഒരേ സമയം നിരാശയും തമാശയും പേടിയും അനുഭവപ്പെട്ടു. സാർ, ഞാനല്ല ഇതൊന്നും ചെയ്തത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം കഴിവറുടെ മോനെ. അലർച്ചിയും കൈവീശി മുഖത്ത് അടിയും ബൂട്ട്സിട്ട കാലുകൊണ്ട് നിലത്താഞ്ഞ് ചവിട്ടലും ഒപ്പം കഴിഞ്ഞു. വിൻസെൻ്റ് നടുങ്ങിപ്പോയിരുന്നു. CI വിജയരാഘവൻ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലിച്ചു. എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നീ ഒന്നും ഒളിക്കാൻ നോക്കണ്ട. രക്ഷപ്പെടില്ല നീ. സാർ, ഞാൻ ഇന്നലെ രാത്രി നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. CI വിജയരാഘവൻ അവനെ തുറച്ചു നോക്കി. പതുക്കെ ഷർട്ടിലെ പിടുത്തം വിട്ടു. സാർ, ഞാൻ ഈ ദിക്കിലോട്ട് വന്നിട്ട് പോലുമില്ല. ശരി പറ, എവിടെയായിരുന്നു ഇന്നലെ രാത്രി നീ? ആദ്യം മുതലേ പറഞ്ഞു. സെബാനെ മരിയ ഹോട്ടലിലോട്ട് വിളിച്ച് വരുത്തിയത് മുതൽ. CI വിജയരാഘവൻ ശാന്തഭാവത്തിൽ വീണ്ടും ബോണറ്റിലേക്ക് ചാരി നിന്നു. ഹോട്ടലിൽ വിളിച്ചു വരുത്തിയെന്നുള്ളത് നേരെ. അവരെനിക്ക് കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. ആ കാര്യം സംസാരിച്ചിട്ട് ഞാൻ കോട്ടയത്തിന് പോകാൻ ബൈക്ക് എടുത്തു. അത് പക്ഷേ കേടായിരുന്നു. ഒടുവിൽ സെബാന എന്നെ കോട്ടയത്ത് കൊണ്ടുചെന്ന് വിട്ടത്. അത്ര ഫാസ്റ്റായിട്ട് പറയണ്ട. നിർത്തി ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ച് പറ. എന്നിട്ട് ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചനോട് പറഞ്ഞു, ഇവൻ പറയുന്നതൊന്ന് കുറിച്ചെടുത്തു. പോക്കറ്റ് ബുക്കും പേനയും എടുത്ത് ഇട്ടിച്ചൻ റെഡിയായി. കോട്ടയത്തിന് പോയ വഴി ചെല്ലപ്പൻ്റെ അടുത്ത് കയറി ടയറിൻ്റെ കാറ്റ് ചെക്ക് ചെയ്തു. ഏത് ചെല്ലപ്പൻ? മാരുതി വാൾക്കനൈസിങ് ആൻഡ് റീട്രേഡിംഗ് കട നടത്തുന്ന. എന്നിട്ട് പാമ്പാടിക്ക് ഇപ്പുറം ചെന്നപ്പോൾ കാർ കേടായി. പെട്രോൾ തീർന്നെന്ന് സെബാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ക്യാൻ എടുത്തുകൊണ്ട് പോയി പമ്പിന്ന് 5 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. CI ബാറ്റൻ കൈവെള്ളയിൽ തല്ലി ആലോചനയോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ബാക്കി പറയാൻ വിൻസെൻ്റ് അല്പം ആലോചിച്ചു. ഇന്നലെ രാത്രി വിജിയുടെ കൂടെ ഹോട്ടൽ മുറിയിലായിരുന്നു എന്ന് പറയണോ? അത് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? ലോകം മുഴുവൻ അറിയും. പിന്നെ അവൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സെബാൻ എന്നെ കോട്ടയത്ത് ടൗണിൽ ഇറക്കി വിട്ടിട്ട് പോയി. എങ്ങോട്ട് പോയി? കോട്ടയത്ത് ആരെയോ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. ആരെ? അതെനിക്കറിയില്ല. ശരി, അവൻ്റെ പാട്ടിന് പോയി. ഇനി നീ നിൻ്റെ കാര്യം പറ. നീ പിന്നെ എന്ത് ചെയ്തു? നീ എന്തിനാ കോട്ടയത്ത് പോയത്? എനിക്കൊരു സുഹൃത്തിനെ കാണാൻ. ഏത് സുഹൃത്ത്? സ്റ്റാൻസ്ലാവോസ്. മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞ്. സ്റ്റാൻസ്ലാവോസ് പുണ്യാളനാണോടാ? അല്ല. ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചൻ പേനയും ബുക്കും പിടിച്ച് സംശയിച്ച് നിൽക്കുന്നത് കണ്ട് CI ചോദിച്ചു, എഴുതിയോടോ? സാർ, ആ പേര് പറഞ്ഞു കൊടുറാ ഒന്നുകൂടെ. സ്റ്റാൻസ്ലാവോസ് ആൻ്റണി. ഇട്ടിച്ചൻ എന്നിട്ടും സംശയിച്ച് നിന്നു. എന്താടോ? സാറേ, അതിൻ്റെ സ്പെല്ലിങ് സാബു ആന്തോണിയെന്ന് എഴുതിക്കോ. പിന്നെ തിരുത്താം. ഇട്ടിച്ചന് സന്തോഷമായി. എന്നിട്ട് നീ ആ പറഞ്ഞ ആളിനെ കണ്ടോ? CI വിജയരാഘവൻ വീണ്ടും ചോദിച്ചു. വിൻസെൻ്റ് ഒന്ന് സംശയിച്ചു. കണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ?
ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു, എവിടെ പോയി എന്ന് ചോദ്യം വരും. അതിനെല്ലാം തെളിവ് കൊടുക്കേണ്ടിയും വരും. എങ്കിൽ ഇതല്ലാതെ മറ്റ് വഴിയൊന്നും ഇല്ലെന്ന് വിൻസെൻ്റ് മനസ്സിലായി. ഔസേപ്പച്ചനൊക്കെ ഉണ്ടല്ലോ സഹായിക്കാൻ. പറയടാ. സിയയുടെ മുഖം കനത്തു. കണ്ടു സാർ. എന്നിട്ട് ഞാൻ രാത്രി അവൻ്റെ കൂടെയായിരുന്നു. രാവിലെ അവിടെ നിന്ന് തിരിച്ചു പോന്നത്. CI വിജയരാഘവൻ വിൻസെൻറ്റിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചിരിച്ചു. അത് വല്ലാത്തൊരു ചിരിയായിരുന്നു. ഒരു ജീപ്പ് കൂടി തുരുത്തൽ പാലത്തിനടുത്തേക്ക് വന്നു. പോലീസുകാർ കൈ കാണിച്ച് ആ ജീപ്പ് തടഞ്ഞു നിർത്തി. അതിനുള്ളിൽ നിന്ന് സെബാൻ്റെ അപ്പനും അമ്മയും 4 ജ്യേഷ്ഠാനുജന്മാരും പുറത്തിറങ്ങി. അവരെ കണ്ടതും ജനം വീർപ്പടക്കി. സെബാൻ്റെ അമ്മയെ 2 ആൺമക്കൾ ചേർന്ന് താങ്ങി പിടിച്ചിരുന്നു. അവരെ തളർന്ന് വീണെടുത്ത് നിന്ന് താങ്ങിയെടുത്തുകൊണ്ട് വരികയാണെന്ന് തോന്നുമായിരുന്നു. അപ്പൻ്റെ കൈ പിടിച്ച് നടത്താൻ മകൻ കുഞ്ഞുമോൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നെ ആരും പിടിക്കണ്ട. വൃദ്ധനായ ആ പിതാവ് കുഞ്ഞുമോൻ്റെ കൈ കുതിറിച്ചു. പക്ഷേ അയാൾ ഏത് നിമിഷവും വേച്ച് വീണേക്കുമെന്ന് തോന്നുമായിരുന്നു. മറിഞ്ഞ് തീ പിടിച്ച കാറിന് അടുത്തുവരെ അവർ എത്തി. കാറിനുള്ളിലേക്ക് നോക്കിയ സെബാൻ്റെ സഹോദരന്മാർ നടുക്കത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. അയ്യോ എൻ്റെ മോനെ. നെഞ്ചെടുത്തടിച്ച് അലമുറയിട്ടുകൊണ്ട് സെബാൻ്റെ അമ്മ കുഴഞ്ഞു വീഴാൻ പോയി. സെബാൻ്റെ അപ്പൻ അഗസ്റ്റിൻ കാറിനുള്ളിലേക്ക് തന്നെ നോക്കി നിന്നു. അയാളുടെ താടി വിറച്ചുകൊണ്ടിരുന്നു. മക്കൾ അമ്മയെയും കൂട്ടി തിരിച്ചു നടന്നു. അപ്പോഴാണ് പോലീസ് ജീപ്പിനരികിൽ കൈവിലങ്ങുകളോടെ നിൽക്കുന്ന വിൻസെൻറ്റിനെ അവർ കണ്ടത്. അവരുടെ കണ്ണുകളിൽ വൈരപ്പൊടി തിളങ്ങി. കുഞ്ഞാഗസ്തി, അമ്മയെ ഒന്ന് പിടിച്ചോ, കുഞ്ഞുമോൻ ഇളയ അനുജനോട് പറഞ്ഞു. എന്നിട്ട് 3 പേരും കൂടി വിൻസെൻറ്റിൻ്റെ നേർക്ക് പാഞ്ഞു ചെന്നു. കൊന്നില്ലേടാ നീ ഞങ്ങളുടെ കൂടപ്പുറപ്പിനെ. കുഞ്ഞുമേൻ അലറിക്കൊണ്ട് ചെന്ന് വിൻസെൻ്റെ നാഭിക്കൊരു തൊഴിലൊഴിച്ചു. വിൻസെൻ്റ് ഞരങ്ങി കൂനിപ്പോയി. തങ്കച്ചൻ അവരെ ചികിട്ടത്ത് കൈവീശി അടിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തൊട്ടുപോകരുത്, ഇട്ടിച്ചൻ മുന്നറിയിപ്പ് നൽകി. ഇവനെ കൊല്ലണ്ട സാറേ. ഇവനെ ഇനി ജീവനോടെ വെച്ചേക്കാമോ? കുഞ്ഞുമോൻ ചീറി. അതൊക്കെ കോടതി തീരുമാനിച്ചോളും. പോലീസുകാർ അവരെ തള്ളിക്കൊണ്ടുപോയി. തിരിഞ്ഞു നിന്ന് കുഞ്ഞുമോൻ അട്ടഹസിച്ചു. വന്ന നായിൻ്റെ മോനെ, നീ കരുതിയിരുന്നോടാ. നിന്നെ ഞങ്ങൾ ഇതുപോലെ കത്തിച്ച് ഈ പുഴയിൽ ഒഴുക്കുവേടാ. വിൻസെൻ്റ് അചഞ്ചലനായി നിന്നു. അവൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സെബാൻ്റെ അമ്മ പെട്ടെന്ന് നിന്നു. അവർ മുഖം തിരിച്ച് വിൻസെൻറ്റിനെ നോക്കി. കരഞ്ഞു കലങ്ങി ദയനീയമായിരുന്നു അവൻ്റെ കണ്ണുകൾ. കനൽ പോലെ ജ്വലിച്ചു. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ചതല്ലേടാ നിന്നെ അവൻ. അവസാനം വിളിച്ചിറക്കി കൊണ്ടുപോയി കൊന്നു കളഞ്ഞലോടാ ദുഷ്ട. പിന്നെ ചീറിക്കരഞ്ഞുകൊണ്ട് അവർ അവൻ്റെ നേർക്ക് 2 കൈ നീട്ടി. എങ്ങനെ തോന്നിയടാ എൻ്റെ കുഞ്ഞിനോട് ഇത് ചെയ്യാൻ? എങ്ങനെ തോന്നിയടാ? അയ്യോ എൻ്റെ ദൈവമേ, എനിക്കിത് കാണേണ്ടി വന്നല്ലോ. അവർ വീണ്ടും നെഞ്ചത്തടിച്ചു. മക്കൾ അവരെ പിടിച്ചുകൊണ്ടുപോയി. പോകുന്നതിനിടയ്ക്ക് പിന്നോട്ട് തിരിഞ്ഞുകൊണ്ട് സെബാൻ്റെ അമ്മ വീണ്ടും ചീറി. നീ അനുഭവിക്കും നീജ, നീ ഇതിനനുഭവിക്കും. എവിടെ നിന്ന് ഒരു കരിങ്കല്ല് ചീള് പാഞ്ഞു വന്ന് വിൻസെൻ്റെ ദേഹത്ത് കൊണ്ടു. എറിഞ്ഞു കൊല്ലടാ പട്ടിയെ. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാക്രോശം. പിന്നെ തുരുതുരേ കരിങ്കൽ ചീളുകൾ മൂളി വന്നു. മുളങ്കരയിൽ ഇനി അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. പായിപ്പാട്ടെ വിൻസെൻ്റ് പള്ളിത്താഴത്തെ സെബാസ്റ്റ്യനെ ബെൻസ് കാറിനുള്ളിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. കേട്ടവർ അന്തം വിട്ടു. അത്രയ്ക്ക് നീചനാണോ പായിപ്പാട്ടെ വിൻസെൻ്റ്? മുളങ്കരയിൽ ഇത്രയും ദുഷ്ടന്മാരുണ്ടോ? പായിപ്പാട്ട് വിൻസെൻറ്റിനെ എല്ലാവർക്കും അറിയാം. ഇതുവരെ ദുഷ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല. പൊതുവേ ആൾ സൗമ്യനാണ്. പരിചയക്കാരെ കണ്ടാൽ ഒന്ന് ചിരിച്ചൊന്നോ 2 വാക്കു പറഞ്ഞ് പിരിയുന്ന പ്രകൃതമാണ്. വിദ്യാസമ്പന്നനും മാനമായി ജീവിക്കുന്നതുമാണ്. അങ്ങനെയെല്ലാമുള്ള പായിപ്പാട്ട് വിൻസെൻ്റ് ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തുക? വിൻസെൻറ്റിനെ പരിചയമുള്ള പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അത്ര ശക്തമാണ് തെളിവുകൾ. സെബാൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി കൊന്ന ശേഷം കാർ തുരുത്തേൽ പാലത്തിൽ നിന്ന് തള്ളി മറിക്കുകയായിരുന്നു. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് തീയും കൊളുത്തി. തുരുത്തേൽ പാലത്തിന് കീഴിൽ ഒരു കാർ കിടന്ന് കത്തുന്നത് കണ്ട് സമീപവാസികൾ ആരോ ബഹളം വെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ ആൾക്കാർ ഓടിയെത്തി വെള്ളം കോരിയൊഴിച്ചും മറ്റും തീ കെടുത്തി. അപ്പോഴേക്കും ഒരു കാറിൻ്റെ മുൻഭാഗം മിക്കവാറും കത്തി നശിച്ചിരുന്നു. എന്നാൽ അത് പള്ളിത്താഴത്തെ സെബാൻ്റെ കാറാണോ, അതിനുള്ളിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് സെബാനാണെന്നോ അപ്പോഴാർക്കും അറിയാമായിരുന്നില്ല. തീ കണ്ട ആളുകൾ ഓടിയെത്തുമ്പോൾ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ പാലത്തിന്മേൽ നിന്ന് പാഞ്ഞു പോകുന്നത് കണ്ടവരുണ്ട്. ചിലർ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ കണ്ടിട്ടുള്ളൂ. ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയാവുന്നവരാണ് പലരും. മുളങ്കരയിൽ നിന്നും അകലെയാണ് തുരുത്തേൽ പാലം. അതിനാൽ അവിടെയുള്ളവർക്ക് സെബാനെയോ വിൻസെൻറ്റിനെയോ പരിചയമില്ല. എങ്കിലും പാലത്തിന് മീതെ നിന്ന് പാഞ്ഞുപോയ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വിൻസെൻറ്റിൻ്റെ തന്നെയാണെന്ന കാര്യത്തിൽ പോലീസിന് യാതൊരു സംശയവുമില്ലായിരുന്നു. അതുമാത്രമല്ല, മുളങ്കര ടൗണിൽ രാത്രി തട്ടുകച്ചവടം നടത്തുന്ന പൈലി കച്ചവടം മതിയാക്കി സാധനങ്ങൾ കയറ്റിയ ഉന്തുവണ്ടിയുമായി പോരുമ്പോൾ ബേക്കറി ജംഗ്ഷനിൽ വെച്ച് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ കാണുകയുണ്ടായി. വേഗക്കൂടുതൽ കാരണം ആളാരാണെന്ന് മാത്രം വ്യക്തമായില്ല. എങ്കിലും ആ പോയത് പായിപ്പാട്ട് വിൻസെൻ്റ് ആണല്ലോ എന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുകയുണ്ടായി.
പോലീസ് തുരുത്തേൽ പാലത്തിന് കീഴിൽ വൈകുന്നേരം വരെ കാവൽ നിന്നു. ഇൻക്വസ്റ്റും മറ്റു നടപടികളും പൂർത്തിയാക്കി. സബാന്റെ മൃതദേഹം കാറിനുള്ളിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മറിഞ്ഞ് മൂക്കുകുത്തിക്കിടന്ന ബെൻസ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ക്രെയിൻ കൊണ്ടുവന്നാണ് പുഴയിൽ നിന്നും കാർ പൊക്കിയെടുത്തത്. അതിനുശേഷം പോലീസ് ഫയർഫോഴ്സിൻ്റെ സഹായം തേടി. കാർ റോഡിലെത്തിച്ച ശേഷം ഒരു മിനി ലോറി ഉപയോഗിച്ച് കെട്ടിവലിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കോടതി സമയം കഴിയുന്നതുവരെ പോലീസ് വിൻസെൻറ്റിനെ ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടെ ഔസേപ്പച്ചൻ സ്റ്റേഷനിൽ ചെന്നുവെങ്കിലും വിൻസെൻറ്റിനെ കാണാൻ പോലീസ് അനുവദിച്ചില്ല. വിൻസെൻറ്റിന് ആ രാത്രി ഒരു കാളരാത്രിയായിരുന്നു. വൃത്തിഹീനമായ ലോക്കപ്പ് മുറിയിൽ ഇരുട്ടിൻ്റെ മറപറ്റി അവൻ ചുമരിൽ ചാരി അങ്ങനെ ഇരുന്നു. CIയും SIയും ചോദ്യം ചെയ്ത് കൈത്തരപ്പ് തീർത്തിട്ട് രാത്രി 10 മണിയോടെ പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് ഓരോരോ സമയങ്ങളിലെത്തുന്ന പോലീസുകാർ ലോക്കപ്പിനുള്ളിലെ പുതിയ അന്തേവാസി ആരെന്ന് എത്തി നോക്കുകയും മറ്റു പോലീസുകാരോട് ചോദിച്ച് സംശയനിവൃത്തി വരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 11 മണിയായപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചൻ സ്റ്റേഷനിലെത്തി. അയാൾ രാവിലെ മുതൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അലഞ്ഞു തിരികെയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങുന്നതുവരെ അയാൾ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തിയ ശേഷം അയാൾ ലോക്കപ്പ് തുറപ്പിച്ചു. തൊപ്പിയും യൂണിഫോം ഷർട്ടും അഴിച്ച് മേശപ്പുറത്ത് വെച്ച ശേഷം അയാൾ ലോക്കപ്പിൽ കയറി. "ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേടാ മോനെ, നിന്നെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ." വിൻസെൻറ്റിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അയാൾ വലിച്ചെഴുന്നേൽപ്പിച്ചു. ഒരു ജട്ടി മാത്രമായിരുന്നു വിൻസെൻറ്റിൻ്റെ വേഷം. ഇട്ടിച്ചൻ അവനെ അടിമുടിയൊന്ന് നോക്കി. നല്ല ഒന്നാതിര ശരീരം. അയാൾ കൈപ്പത്തി കൊണ്ട് അവൻ്റെ നെഞ്ചത്ത് 2-3 തവണ തട്ടി. "ജിമ്മിലായിരുന്നോടാ നീ ഇത്രയും കാലം?" വിൻസെൻറ്റ് തലകുനിച്ച് നിന്നു. "ചുമ്മാ ഇരുന്ന് തിന്ന് തടി വെച്ച് വല്ലവൻ്റെ മെക്കിട്ട് കയറി വിലസി നടക്കുമായിരുന്നു അല്ലേടോ? ഇതുപോലെ ഒരു ഒന്നാന്തര ശരീരമല്ലേടാ നീ കോഴിയെ ചുടുന്ന മാതിരി ചുട്ടുകളഞ്ഞത്. പന്നൻ നായിൻ്റെ മോനെ." ഇട്ടിച്ചൻ ഊക്കോടെ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു. "റബ്ബർക്ക് പോലെ ഇരിക്കുന്നല്ലോടാ." അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇട്ടിച്ചൻ അവൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് കുനിച്ചു നിർത്തി. അവൻ്റെ തല കാലുകൾക്കിടയിലാക്കി ഇറുക്കി പിടിച്ച് ഇരു കൈകളും ചുരുട്ടി മുതുകിൽ ആഞ്ഞിടിച്ചു. ലോക്കപ്പ് മുറിയിൽ ബും ബും എന്ന ഒച്ച മുഴങ്ങി. ഒടുവിൽ വിൻസെൻറ്റിൻ്റെ ശരീരം അയാൾ കാൽച്ചുവട്ടിൽ കുഴഞ്ഞു വീണു. ഇട്ടിച്ചൻ നെറ്റിയിലെ വിയർപ്പ് വടിച്ചു കളഞ്ഞു. പിന്നെ ലോക്കപ്പിന് പുറത്തിറങ്ങി. മേശപ്പുറത്ത് അഴിച്ചു വെച്ചിരുന്ന യൂണിഫോം ഷർട്ട് എടുത്ത് വിയർത്ത നെഞ്ചും കഴുത്തും തുടച്ചു. ലോക്കപ്പ് കൂട്ടാൻ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് തൊപ്പിയും പാറ്റണവും എടുത്തു. ഷർട്ട് തോളത്തിട്ടുകൊണ്ട് പതുക്കെ നടന്നുപോയി. "ഇട്ടിച്ചൻ സാറങ്ങ് വിയർത്ത് കുളിച്ചല്ലോ," കോൺസ്റ്റബിൾ സോമൻ പറഞ്ഞു. "എന്ന് പറഞ്ഞാൽ മണൽച്ചാക്കിനിട്ട് ഇടിക്കുന്ന പോലെ അല്ലായിരുന്നോ കഴിവറുടെ മോൻ്റെ ഒരു ശരീരം?" വിൻസെൻ്റ് കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞവൻ കൈപ്പത്തികൾ നിലത്തൂന്നി എഴുന്നേറ്റിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോവുകയാണ്. തൊണ്ട വരളുന്നു. കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അവൻ ചുമരിലേക്ക് ചാരി. തന്നെ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തുകയും തീർപ്പതങ്ങൾ വർഷിച്ച് അവമാനിക്കുകയും ചെയ്തവർ നാളെ തന്നെ നിരപരാധിത്വം തെളിയുമ്പോൾ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും എന്നവർ ആലോചിച്ചു. തന്നെ ലോക്കപ്പിലിട്ട് ഇടിച്ചു നുറുക്കിയവർ നാളെ യഥാർത്ഥ കുറ്റവാളി താനല്ലെന്ന് തെളിയുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട നീതി എങ്ങനെ തിരിച്ചു തരും? "സോറി മിസ്റ്റർ വിൻസെൻ്റ്, ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. അറിയാതെയാണ് കേട്ടോ, ക്ഷമിച്ചേക്കണേ" എന്ന് പറഞ്ഞാൽ ഈ പീഡനങ്ങൾക്ക് പകരമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. തന്നോട് കാട്ടിയ അനീതിക്ക് മറ്റെന്തെങ്കിലും നഷ്ടപരിഹാരം ഉണ്ടാകുമോ? ഇല്ല. CI വിജയരാഘവനും SI ശശിശങ്കറും ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചനും തന്നത് പലിശയടക്കം അവർക്ക് തിരിച്ചു കൊടുക്കണം. എണ്ണി കണക്ക് ചോദിക്കണം. ഈ മുളങ്കര പോലീസ് സ്റ്റേഷൻ ഇടിച്ചു നിർത്തി കുഴി ഒഴിക്കണം. എന്നാൽ തീരുമോ താൻ അനുഭവിക്കുന്ന ഈ വേദന? കാലുകൾ മടക്കി വെച്ചവൻ കാൽമുട്ടുകളിൽ മുഖം ചേർത്തിരുന്നു. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തിട്ട് അവനൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഇന്നലെ രാത്രി എവിടെയായിരുന്നു താൻ? വിജിയോടൊപ്പം ഒരേ കിടക്കയിൽ, തമ്മിൽ കെട്ടിപ്പുണർന്ന വികാരങ്ങളുടെ നീല തിരമാലകളിൽ സ്വർണ്ണ മത്സ്യങ്ങളെപ്പോലെ. ഇന്നോ കൊലപ്പുള്ളിയായി മുദ്രകുത്തപ്പെട്ട് ലോക്കപ്പിനുള്ളിൽ ഒരൊറ്റ ദിനം കൊണ്ട് 7ാം സ്വർഗത്തിൽ നിന്നും ഭീകര നരകത്തിലേക്ക്. ഇതിൽ നിന്നും മോചനമില്ലേ? ഇല്ലേ? ആരൊക്കെയുണ്ട് തനിക്ക്? എല്ലാവരും ഇല്ലേ? ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നിയമവും കോടതിയും, പിന്നെ സത്യവും. ശത്രുവെന്ന് പറയാൻ ആരുമില്ല. വായ്പാട്ട് വിൻസെൻ്റ് ദുസ്വഭാവിയാണെന്ന് ആരും പറയില്ല. ഒരു പക്ഷെ തൻ്റേടിയാണെന്ന് പറഞ്ഞേക്കും. അതിര് കവിഞ്ഞ് ആരെയും വകവെച്ച് കൊടുത്തിട്ടില്ല. കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയും. ആരോടും മുഖസ്തുതി പറയാനും സേവ പിടിക്കാനും സോപ്പിടാനും പോയിട്ടില്ല. അതറിയാൻ വയ്യാഞ്ഞിട്ടാണ്. മിത്രങ്ങളോട് സ്നേഹമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ആരെങ്കിലും ദുഷ്ടലാക്ക് വെച്ച് സംസാരിക്കുകയോ കബളിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ കുപിതനായി പോകും. അതൊരുതരം ജന്മവാസനയായി പോയി എന്ന് വെച്ച് അതൊരു സ്വഭാവ വൈകല്യമായി തോന്നിയിട്ടില്ല.
എന്നിട്ടും വെറുതെ ഇരുന്ന തൻ്റെ മേൽ ഇങ്ങനെയൊരു കൊലക്കുറ്റം എങ്ങനെ വന്നു വീണു? ഓർക്കുമ്പോൾ നടുക്കം മാത്രമല്ല അത്ഭുതവും തോന്നിപ്പോകുന്നു. ഒരു നിരപരാധിയെ പിടിച്ച് കൊലപാതകിയാക്കുക സാരമില്ല. അവൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. സത്യം അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ ഭൂമിയിൽ. വിജി. എല്ലാ തെളിവുകളും തനിക്കെതിരായാലും ആ ഒരു തെളിവ് മാത്രം മതി. അവളുടെ ഒരൊറ്റ വാക്കു മാത്രം മതി. പിന്നെ ഔസേപ്പച്ചൻ, അവനും അറിയാം സത്യം. എന്തായാലും തന്നെ കോടതിയിൽ ഹാജരാക്കാതിരിക്കില്ലല്ലോ. എത്ര വലിയ കൊലപ്പുള്ളിക്കും ജാമ്യം കിട്ടാറുണ്ട്. നോവൽ വീണ്ടും